Good afternoon, all. Good afternoon, Miss. Good afternoon. Then കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാറ്റഗറീസ് ആണ് എടുത്തത്. 10 കാറ്റഗറി നമ്മൾ പറഞ്ഞായിരുന്നു. ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. നോക്കാം, പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. നോക്കാം. Category 1 human anatomical waste, then category 2 animal waste, category 3 microbiology and biotechnology waste, category 4 waste sharp, then category 5 discard medicine and cytotoxic drugs, category 6 soiled waste, 7 solid waste, then category 8 liquid waste, then category 9 incineration ash, then last one chemical waste. Okay, നമ്മൾ കാറ്റഗറി പഠിച്ചു. Then അത് ഏത് കളർ കോഡുള്ള ബാഗിലാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത്, then ഡിസ്പോസൽ ചെയ്യുന്ന ഏത് പ്രോസസ്സിൽ വഴിയാണ് നമ്മൾ അതിനെ ഡിസ്പോസൽ ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. എങ്ങനെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന് നമ്മൾ കൊണ്ടുപോകുന്നത്, ആ ഒരു ട്രാൻസ്പോർട്ടേഷന്റെ ആ ഒരു പ്രോസസ്സും എങ്ങനെയൊക്കെയാണ് അത് ശേഖരിക്കുന്നത്, സ്റ്റോറേജ് ചെയ്യുന്നതാണ് ഇനി നോക്കാൻ പോകുന്നത്. വായിക്കാം. അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ് must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. The bags container holding biomedical waste have to be tied before transportation. എന്താണ് പറയുന്നത്? അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ്, അതായത് സംസ്കരിക്കാത്ത ഈ ബയോമെഡിക്കൽ വേസ്റ്റിന് നമ്മൾ കൊണ്ടുപോകുന്നത് സ്പെഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലായിരിക്കണം. എങ്ങനെയുള്ളത്? ഒന്നല്ലെങ്കിൽ ട്രോളിയോ അല്ലെങ്കിൽ കവേർഡ് വീൽ ബാരോസ്. എന്താ കവേർഡ് വീൽ ബാരോസ് കണ്ടിട്ടുണ്ടോ? കവേർഡ് വീൽ ബാരോസ് അതായത് ട്രോളി തന്നെ ഒരു ചക്രം ഉണ്ടാവുള്ളൂ, അതിന് ഒരു വീല് മാത്രം ഉണ്ടാകുന്ന ടൈപ്പുള്ള ട്രോളികൾ. അപ്പൊ ട്രോളീസിലോ അല്ലെങ്കിൽ കവേർഡ് വീൽ ബാരോസിലൊക്കെയാണ് സ്പെഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളിലായിരിക്കണം നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റിനെ ട്രാൻസ്പോർട്ട് കൊണ്ടുപോകുവാൻ. Then the bags container holding biomedical waste have to be tied before transportation. നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ ട്രാൻസ്പോർട്ടേഷൻസിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് എന്ത് ചെയ്യാം, ഈ വേസ്റ്റ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് വേണം കിട്ടാനായിട്ട്. നമുക്കറിയാം, ഇപ്പൊ റോഡിലൂടെ കൊണ്ടുപോവുകയാണ്, ഇപ്പൊ സംസ്കരിക്കേണ്ട ഒരു പ്ലാന്റിലേക്ക് മറ്റും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പോകുന്ന വഴി റോഡിലൊന്നും വീഴാൻ പാടില്ല. കാരണം എന്താണ്, ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ സോ ഈ പോകുന്ന വഴി അവന്റെ ലീക്കേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി വളരെ ടൈറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഈ വേസ്റ്റുകൾ നമ്മൾ ട്രാൻസ്പോർട്ടിന് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടുക. Then before transporting the bag containing biomedical waste, it has to be accompanied by a document signed from the nurse, doctor that include date, shift, quantity and destination. അപ്പൊ ഇങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഡോക്യുമെന്റ് കൂടി കയ്യിൽ വേണം. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ട്രാവലിംഗ് ചെയ്യുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് എന്താണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ ചെക്കിംഗ് ഒക്കെ വരാം. അപ്പൊ സോ എന്ത് ചെയ്യാം, ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് കൊണ്ടുപോകുന്നെങ്കിൽ അതിന് ഒരു ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം കയ്യിൽ. നമ്മള് ബുക്കും പേപ്പർ എന്നൊക്കെ പറയില്ലേ, വണ്ടിക്ക് പോകുമ്പോൾ വണ്ടിയുടെ ബുക്കും ഇതൊക്കെ കാണിക്കാറുണ്ട്. സോ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ എന്ത് വേണം, അതിനൊരു ഡോക്യുമെന്റ് വേണമെന്നാണ് പറയുന്നത്. ഈ ഡോക്യുമെന്റിൽ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടർ സൈൻ ചെയ്തിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഡോക്യുമെന്റിൽ വേണ്ടതെന്നാണ് പറയുന്നത്. ഇൻക്ലൂഡ് ഡേറ്റ്, ആ ദിവസത്തെ ഡേറ്റ് വേണം. അതുപോലെ തന്നെ ഷിഫ്റ്റ്, ആ ഒരു ടൈമും കാര്യങ്ങളും എഴുതാം. ക്വാണ്ടിറ്റി ആൻഡ് ഡെസ്റ്റിനേഷൻ, ഈ ഒരു വേസ്റ്റ് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്, എവിടേക്കാണ് നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ പ്ലേസ്, ഏത് പ്ലാന്റിലേക്കാണ് അല്ലെങ്കിൽ ഏത് പ്ലേസിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്, ആ ഒരു പ്ലേസിന്റെ സ്ഥലം കൂടി അതിൽ എന്ത് ചെയ്യാം, അതിൽ ഈ ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരിക്കണം. സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ് നീഡ് ടു ബി വെൽ എൻക്ലോസ്ഡ്, നല്ല രീതിയിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് നല്ല രീതിയിൽ അടച്ചുറപ്പുള്ള രീതിയിലുള്ള ഒരു വാഹനത്തിലായിരിക്കണം നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുവാൻ. ഇറ്റ് ഷുഡ് ഓൾസോ പോസിബിൾ ടു വാഷ് ദ ഇന്റീരിയർ ഓഫ് ദ കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. ഇനി ഇത് കൊണ്ടുപോകുന്ന ആ ഒരു വാഹനം കണ്ടെയ്നറിലോ മറ്റൊക്കെ ആയിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്, അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിന്റെ അകം ക്ലീൻ ചെയ്യാൻ പാകത്തിലുള്ള തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കേണ്ടത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കാം. നമ്മൾ സംസ്കരിക്കാവുന്ന രീതിയിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ സ്പെഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങളിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ ട്രോളീസിലോ അല്ലെങ്കിൽ കവേർഡ് വീൽ ബാരോസ്, അതായത് ട്രോളി തന്നെ ഒരു വീലുള്ള ടൈപ്പുള്ള ട്രോളിനെയാണ് ഈ കവേർഡ് വീൽ ബാരോ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ദ ബാഗ്സ് കണ്ടെയ്നർ ഹോൾഡിംഗ് ബയോമെഡിക്കൽ ടു ബി ടൈഡ് ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ. അല്ലെ, ഇത് ട്രാൻസ്പോർട്ടേഷന് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ടൊക്കെ ഉണ്ടാവണം. പോകുന്ന വഴിക്ക് ലീക്കേജ് ഒന്നും സംഭവിക്കാൻ പാടില്ല. ബിഫോർ ട്രാൻസ്പോർട്ടിങ് കണ്ടെയ്നർ അക്കോമഡേറ്റ്, അത് നമ്മൾ ഈ ട്രാൻസ്പോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു ഡോക്യുമെന്റ് കൈവശം ഉണ്ടായിരിക്കണം. ഡ്രൈവറുടെ കൈവശം ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ആ ഡോക്യുമെന്റിൽ നഴ്സിന്റെയോ ഡോക്ടറിന്റെയോ സൈൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ദിവസത്തെ ഡേറ്റ് എഴുതുക, ക്വാണ്ടിറ്റി, ആ ടൈം എഴുതുക, എത്രത്തോളം അതിൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡെസ്റ്റിനേഷൻ എവിടേക്കാണ് അത് കൊണ്ടുപോകുന്നത്, ആ ഒരു സ്ഥലം മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ നമ്മൾ കൊണ്ടുപോകുന്ന വെഹിക്കിള് എൻക്ലോസ്ഡ് ആയിരിക്കണം. നല്ല രീതിയിൽ അടിച്ചുറപ്പുള്ള ഡോർ തുറന്നു പോകാനൊന്നും പാടില്ല. അത്രയും എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർസുകളായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ടെയ്നർ, ഈ ഒരു വേസ്റ്റ് ഇറക്കിയതിനു ശേഷം അത് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യവും ആ വാഹനത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. Transportation and storage. ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് അതിൽ പറയുന്നത്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, വായിച്ചു എല്ലാവരും. നെക്സ്റ്റ് നോക്കാം. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസ്. വീൽ ബാരോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോളിയില് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രോളി, അതുപോലത്തെ തന്നെ ട്രോളി തന്നെയാണ്. അതായത് ഒരു ചക്രം മാത്രം, ഫ്രണ്ടിൽ മാത്രം ഒരു ടയർ മാത്രം ഉണ്ടാവുള്ളൂ വീൽ ബാരോയില്. ഓക്കെ, ട്രോളി ടൈപ്പ് തന്നെ കേട്ടോ. നോക്കാം, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസ്. എന്തൊക്കെയാണ് നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ധരിക്കുന്ന ഡിവൈസസ് നോക്കാം. The use of protective gears should be made compulsory for all the staff who handle waste. ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കമ്പൽസറി ആയിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗിയേഴ്സ് ആവശ്യമാണ്. ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന എക്യുപ്മെന്റ്സും മറ്റു സാധനങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ ഒത്തിരി ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കെല്ലാം ഈ പറയുന്ന എക്യുപ്മെന്റ്സുകൾ ആവശ്യമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗ്ലൗസ്, then second one aprons, apron എന്നൊക്കെ പറയാറുണ്ട്. aprons, gowns, suits. then third one mask, fourth one boots. അപ്പോ ഒരു ക്ലീനിങ് മീൻസ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും ഇത് കമ്പൽസറി ആണ്. ഫസ്റ്റ് വൺ നോക്കാം, ഗ്ലൗസ്. നമുക്കറിയാം വേസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഗ്ലൗസ് ഒക്കെ ധരിക്കാറുണ്ട് അല്ലേ? കൈകൊണ്ടാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാനായിട്ട് വരാതെ ഈ ചേച്ചിമാരെ വരാറുണ്ടോ? ഹരിതസേനയുടെ അവിടുത്തെ സ്റ്റാഫുകൾ വരും. അപ്പൊ അവര് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടില്ല വരുന്നത്. നോക്കാം, ഗ്ലൗസില് എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്ലൗസിൽ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള റബ്ബർ ടൈപ്പിലുള്ള ഗ്ലൗസുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്ലൗസ് തന്നെ പലതരത്തിലുണ്ട്. പല ക്വാളിറ്റിയിലുള്ള ഗ്ലൗസുകൾ ഉണ്ടാവും അല്ലെ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ഉണ്ടാവും, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഗ്ലൗസ് ഉണ്ടാവും ഇല്ലേ? കുറച്ച് കനമുള്ള ടൈപ്പ് ഗ്ലൗസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഷാർപ്പ് ഒബ്ജക്ട്സും അങ്ങനെയുള്ള ഷാർപ്പ് വേസ്റ്റ് ഒക്കെ എടുക്കാനുള്ളതല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? റബ്ബർ ടൈപ്പ് കുറച്ച് ഹെവി ആയിട്ടുള്ള കട്ടിയായിട്ടുള്ള ഗ്ലൗസ് തന്നെ വേണം.
Then second point നോക്കാം. This should be brightly yellowish in color. Yellow കളറിലുള്ള ഒരു ഗ്ലൗസ് ആണ് ഉദ്ദേശിക്കുന്നത്. After handling waste, the gloves should be washed 2 times. ഇത് നമുക്ക് വൺ ടൈം യൂസ് അല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാൻഡില് നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്തതിനു ശേഷം അതിന് നമ്മൾ 2 തവണ വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. യെല്ലോ കളറാണ് ഇരിക്കുന്നത്. മീൻസ് കുറച്ച് സാധാ ഗ്ലൗസ് പോലെയല്ല, കുറച്ചുകൂടി കട്ടിയുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യെല്ലോ കളറിലെ ഗ്ലൗസ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? യെസ്, ഓക്കെ, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ച് പേര് അല്ലെ. കുറച്ച് തിക്കായിട്ടുള്ളത്, അത് നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാവുന്നുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The gloves should be washed after each use with soap and disinfect. നമുക്ക് ഒരു വട്ടം ഈ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ മീൻസ് എന്താണ്, ഇപ്പോ ഡെറ്റോളോ അങ്ങനെയുള്ള അണുനാശിനികൾ വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് വീണ്ടും ഉപയോഗിക്കാം. The signs should fit the operator. അല്ലെ, ഗ്ലൗസ് തന്നെ പല സൈസിലുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം ഓരോരുത്തരുടെ ഓപ്പറേറ്ററിന്റെ ഒരു ഫിറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഗ്ലൗസ് വേണം എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ. വളരെ ലൂസ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഇടക്കിടക്ക് പോരും അല്ലെ. പ്രോപ്പർ ആയിട്ട് നമുക്ക് കയ്യിൽ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം? കറക്റ്റ് ഫിറ്റ് സൈസിലുള്ള ഗ്ലൗസ് തന്നെ എന്ത് ചെയ്യാം? ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൗസിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് വൺ, aprons, gowns and suits. aprons എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അടുക്കളയിലൊക്കെ പണിയൊക്കെ എടുക്കുമ്പോൾ അല്ലെ, കിച്ചണിലൊക്കെ നമ്മൾ aprons ധരിക്കാറുണ്ട് അല്ലെ, അഴുക്കൊന്നും വരാതിരിക്കാൻ. കോട്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താ aprons, gowns, suits ഇതുപോലെയുള്ള കോട്ടുകളും മറ്റും ധരിക്കുക അല്ലെ. ഇപ്പോ ഹരിതകർമ്മ സേനയുടെ അവര് അവരുടെ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ടാണോ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നത്? ആണോ? നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ടാണോ അവര് വരുന്നത്? അല്ല അല്ലെ. അവരൊരു കോട്ട് ധരിക്കാറുണ്ട് ഇല്ലേ, ഒരു ഗ്രീൻ കളറില അത്യാവശ്യം അല്ലെ, ഒരു ഗ്രീൻ കളറിലെ കോട്ട് ധരിക്കാറില്ലേ അവര്? എല്ലാവരും ഒരു യൂണിഫോം. യെസ് അല്ലെ, അത് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള തിക്കായിട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ ഉള്ള ഒരു കോട്ടാണ് ധരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഗ്രീൻ കളറില ഇവിടെയും പറയുന്നത് അതുപോലെ തന്നെ അപ്രോൺസോ അല്ലെങ്കിൽ എന്താണ് ഗൗൺസ്, സ്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യാം? ധരിക്കുക. അതിന്റെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല, ധരിക്കാന്ന് മാത്രം പറയുന്നുള്ളൂ. മൂന്നാമത്തെ നോക്കാം, മാസ്ക്. നമുക്കറിയാം നിർബന്ധമായിട്ട് മാസ്ക് വെക്കണം അല്ലെ, കാരണം ഇൻഫെക്ഷൻസും മറ്റുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. നോക്കാം. Different type of mask, goggles and face shields should be worn alone or in combination to give protective barrier. അല്ലെ, അതായത് എന്താണ് goggles എന്ന് വെച്ചാൽ എന്താണ്? goggles means ലെൻസ്, കണ്ണട എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളതിൽ മീൻസ് അങ്ങനെ ഇപ്പോ തെറിക്കാണ്ടിരിക്കാനും മറ്റൊക്കെ കണ്ണട ധരിക്കുന്നത്. കണ്ണട, അതുപോലെ തന്നെ ഫേസ് ഷീൽഡ് അറിയില്ലേ? കൊറോണ ടൈമിലൊക്കെ ഫേസ് ഷീൽഡ് ഒക്കെ എപ്പോഴും ഹോസ്പിറ്റലിലും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, ഈ ഒരു വൈറ്റ് കളറിലെ ഗ്ലാസ് പോലത്തെ. അപ്പൊ അങ്ങനെയുള്ള ഫേസ് ഷീൽഡും ധരിക്കുക. അതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. നമുക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മീൻസ് ഒരു സംരക്ഷണ കവചം പോലെയാണ് ഈ ഫേസ് ഷീൽഡും മറ്റും ധരിക്കുന്നത്. It is compulsory for personnel who work in the insular chamber to put on mask that covers both nose and mouth, if possible a gas mask with filters. അല്ലെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ട് ഈ മാസ്ക് ധരിക്കേണ്ടത് ഇൻസിനറേഷൻ ചേമ്പറിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാല് ഈ ബയോ വേസ്റ്റ് മാലിന്യങ്ങൾ കത്തിക്കുന്ന ഒരു ഡോണ്ട്, അവിടെ നിൽക്കുന്ന വർക്കേഴ്സ് ഉണ്ട്, അതെല്ലാം ക്ലീൻ ചെയ്യുന്നതും കത്തിക്കുന്ന ഏരിയയിലാണ് മെയിൻ ആയിട്ട് മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത്. കാരണം കത്തിക്കുമ്പോൾ ഇത് മീൻസ് പൊടിപടലങ്ങൾ ശ്വസിക്കാനൊക്കെ ഇടയുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളോട് മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അത് നോസ് ആൻഡ് മൗത്ത് ഇഫ് പോസിബിൾ അല്ലെ, അതായത് മൂക്കും വായും മൂടി കിട്ടിയിട്ടുള്ള തരത്തിലുള്ള മാസ്ക് ആയിരിക്കണം ധരിക്കേണ്ടത്. മൂക്കിലൂടെയും വായുടെയും അടുക്കളൊന്നും കയറാനായിട്ട് പാടില്ല. ഈ ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ്, അതുപോലെ തന്നെ ഗ്യാസ് മാസ്ക് ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള മാസ്കുകളും ഉപയോഗിക്കാം. അത് പുതിയ ടെക്നോളജിയിലുള്ള മാസ്കുകൾ പല തരത്തിലുള്ളതുണ്ടല്ലോ.
അപ്പൊ അത്തരത്തിലുള്ള മാസ്കുകളൊക്കെ നമുക്ക് ധരിക്കണം. മീൻസ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ധരിക്കാനായിട്ട് പറയുന്നത്. Then fourth one, boots. ബൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ബൂട്ട്സ് ധരിക്കുന്നത്, ബൂട്ട്സ് കണ്ടിട്ടുണ്ടോ? നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷൂ തന്നെ, ഓക്കെ, നമ്മുടെ മുട്ട് വരെയുള്ള, മുട്ടിന് താഴെ തുടങ്ങിയിട്ടുള്ള ഷൂ ആണ് അല്ലെ? നിങ്ങൾ ധരിക്കാറുണ്ടോ? എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പവറിലൊക്കെ പണിക്ക് പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൻസ് അങ്ങനെയൊക്കെ നമ്മൾ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ധരിക്കാറുണ്ട് ബൂട്ട്സ് അല്ലെ? യെസ്, ഓക്കെ. കുറച്ച് പേര് പ്രൊട്ടക്ഷൻ ഫോർ ഫുഡ്, ഓക്കെ. അഗ്രികൾച്ചറൽ ഫീൽഡിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാടത്ത് പറമ്പിലേക്ക് എന്തെങ്കിലും പണിക്കൊക്കെ പോകുമ്പോൾ ഇത് നമ്മുടെ സേഫിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബൂട്ട്സ് ഒക്കെ ധരിക്കാറുണ്ട്. ഇവിടെയും ബൂട്ട്സ് വേണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ബൂട്ട്സ്, leg covering boots or shoes covers give a greater safety to the skin when splashes or largest quantities of contaminated waste have to be dealt with. അതായത് നമുക്കറിയാം, നമ്മുടെ സ്കിന്നിന്, ചർമ്മത്തിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ബൂട്ട്സ് ധരിക്കുന്നത്. ഇവിടെ ചർമ്മത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലാഷസ് ഓർ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ്. ഈ വേസ്റ്റ് കത്തിക്കുമ്പോഴും മറ്റും അല്ലെങ്കിൽ വേസ്റ്റ് എടുക്കുമ്പോൾ ഒക്കെ സ്പ്ലാഷസ് എന്ന് വെച്ചാൽ എന്താണ്? തെറിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകളും മറ്റും അങ്ങനെ എടുക്കുന്ന ടൈമിൽ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇപ്പൊ കത്തിക്കുമ്പോൾ തെറിക്കാനോ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തെറിച്ച് വീഴാതിരിക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബൂട്ട്സ് ധരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അലർജിയൊക്കെ വരും. ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ തെറിക്കുന്നത് പോലെ എന്ത് പറ്റും? സ്കിന്നിന് അലർജീസും മറ്റും ഉണ്ടാകും. അപ്പൊ അതിൽ നിന്നൊക്കെ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂട്ട്സ് ധരിക്കുന്നത്. The boots should be rubber soled and anti-skid type. ഈ ബൂട്ട്സ് റബ്ബർ ടൈപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ സോൾഡ് ആയിട്ടുള്ളത് കുറച്ച് നല്ല കട്ടിയുള്ളൊരു ടൈപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം. തെറ്റിപ്പോകാത്ത രീതിയിൽ, സ്കിഡായി പോകാത്ത രീതിയിലുള്ള അത്യാവശ്യം കട്ടിയുള്ള തരത്തിലുള്ള ബൂട്ട്സ് ആയിരിക്കണം അല്ലെ? നിങ്ങൾ ബൂട്ട്സ് കണ്ടിട്ടുണ്ടോ? ഒരു കൂടുതലും ബ്ലാക്ക് കളറിലായിരിക്കും ബൂട്ട്സ് അല്ലെ? നോർമലി എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളറാണ് കൂടുതൽ. എനിക്ക് വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കെട്ടി ഉണ്ടാവും ഇല്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അറിയാം. എനിക്ക് തോന്നുന്നു അതിന് നല്ലൊരു വെയിറ്റ് ഉണ്ടാവും അല്ലെ? നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിട്ട് നടക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? കുറച്ച് വെയിറ്റ് ഉണ്ട്. നമ്മൾ നോർമലി നമ്മളുടെ ചെപ്പിനെ അപേക്ഷിച്ചിട്ട് എന്താണ് ഒരു അത്യാവശ്യം നല്ലൊരു കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കട്ടിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്? ഹാർഡാണ്. ഓക്കെ, ഹാർഡ് ടൈപ്പ് ആയത് നമ്മളുടെ സേഫിന് വേണ്ടിയിട്ടാണ് ഹാർഡായിട്ട് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, they should cover the leg up to the ankle. അല്ലെ, നമ്മുടെ മുട്ട് വരെ കവർ ചെയ്തിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് ബൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എത്രയും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഗ്ലൗസ്, അപ്രോൺസ്, മാസ്ക്, ബൂട്ട്സ്. പെട്ടെന്ന് വായിച്ചു നോക്കിക്കോളൂ. എളുപ്പമാണ്, വായിച്ചാൽ മനസ്സിലാക്കാവുന്നുള്ളൂ കേട്ടോ. അപ്രോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ ധരിക്കാറുള്ള ഏപ്രിൽ, എനിക്ക് തോന്നുന്നു ഏപ്രിൽ എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു അതിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെ? അപ്രോൺസ് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? നമ്മൾ കിച്ചണിലൊക്കെ ധരിക്കില്ലേ, നമ്മൾക്ക് അടുപ്പൊന്നും വരാതിരിക്കാനായിട്ടേ ജസ്റ്റ് കെട്ടിയിട്ടിട്ടുണ്ട്. ആ ഒരു സംഭവം തന്നെ കേട്ടോ.
അതുപോലെയുള്ള സേഫിന് വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന ഇപ്പൊ കോട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഹരിത കർമ്മസേനയുടെ അവര് ഗ്രീൻ കളറുള്ള കോട്ടൊക്കെ ധരിക്കുന്നത്, അതുപോലെയുള്ള സ്യൂട്ടോ ഗൗൺസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. കംപ്ലീറ്റ് ആയോ? വായിച്ചെല്ലാവരോ? ജസ്റ്റ് വായിക്കാനുള്ളത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ് നോക്കാം കേട്ടോ. നോക്കിയേ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ, എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ്സുകളാണ് ഇനി പറയാൻ പോകുന്നത്. The various disposal methods now in use are the following. അല്ലേ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡുകളാണ് ഇനി പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു 7 മെത്തേഡുകളാണ് മെയിൻ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻസിനറേഷൻ ടെക്നോളജി. നമ്മൾ പഠിച്ചു, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക അല്ലെങ്കിൽ കത്തിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. നോക്കാം, ഇൻസിനറേഷൻ ടെക്നോളജി. This is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material, chemical, inactive and gases. അപ്പോ ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ ഇൻസിനറേഷൻ? നമ്മൾ പറഞ്ഞു കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതായത് ഹൈ ടെമ്പറേച്ചർ തെർമൽ പ്രോസസ് ആണത്. വളരെ ഉയർന്ന ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ബേണിംഗ് ഓഫ് വേസ്റ്റ്, ഈ വേസ്റ്റുകളെ കത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കണ്ടീഷൻ ഫോർ ചേഞ്ചിങ്, ആ ഒരു വേസ്റ്റിനെ കത്തിച്ചുകൊണ്ട് അതിന്റെ ഒരു ഇനോട്ട് മെറ്റീരിയലുകളും കെമിക്കൽ ഇനാക്റ്റീവ് അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയ വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, വാതകങ്ങളായിട്ടും ഈ ഒരു വേസ്റ്റിനെ കത്തിച്ചിട്ട് ആ ഒരു ഫോമിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. കത്തിച്ചിട്ട് അതിനെന്ത് ചെയ്യും, ഒരു ഗ്യാസ് ഫോമിലേക്ക് മാറ്റുന്നു. ഇൻസിനറേറ്റർ ക്യാൻ ബി എയ്തർ ഓയിൽ ഫയർഡ് ഓർ പവേർഡ് ബൈ ഇലക്ട്രിസിറ്റി ഓർ എ കോമ്പിനേഷൻ. ഈ കത്തിക്കുന്നത് ഒന്നില്ലെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിച്ചിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ ഓയിൽ മീൻസ് എന്തെങ്കിലും എണ്ണയിലൊക്കെ കത്തിക്കാനായിട്ടും സാധിക്കുന്നു. ഹൈ ടെമ്പറേച്ചറിലായിരിക്കും അത് കത്തിക്കുന്നത് മെയിനായിട്ട്. അത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ഏതെങ്കിലും മറ്റു എണ്ണകൾ ഉപയോഗിച്ചിട്ട് കത്തിക്കുന്നു. ഈ വേസ്റ്റിനെ കത്തിച്ചിട്ട് അതിനൊരു ഗ്യാസ് ഫോമിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, the advantages of this type, it can lessen the volume of solid waste to 30% of the original volume. ഇങ്ങനെയുള്ളൊരു ഈ ഒരു ടെക്നോളജി വഴി നമുക്ക് സോളിഡ് ആയിട്ടുള്ള, അതായത് കട്ടിയുള്ള തരത്തിലുള്ള വേസ്റ്റുകളെ ഒരു 30% നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഗ്യാസ് ഫോമിലിട്ട് മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, 30% ഈ ഖരമാലിന്യങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ഇൻസിനറേഷൻ ടെക്നോളജി. ക്ലിയർ ആയോ? ഇൻസിനറേഷൻ ടെക്നോളജി ക്ലിയർ ആയോ? ചെറിയൊരു നോട്ട് തരാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് ചെറിയൊരു നോട്ട് തരാം. ജസ്റ്റ് ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, വേസ്റ്റിനെ കത്തിച്ചുകൊണ്ട് അതിന് നമ്മൾ ഈ ഗ്യാസ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ഓയിൽ വഴിയും കത്തിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി വഴിയും കത്തിക്കാം. അപ്പോ ഇതുമൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, ഈ കട്ടിയുള്ള വേസ്റ്റുകൾ ഒരു 30% അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ, ഓട്ടോക്ലേവിംഗ്. എന്താ ഓട്ടോക്ലേവിംഗ്? ഓട്ടോക്ലേവിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് അല്ലെ. സ്റ്റീമിങ് ചെയ്യുക, സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെ. നോക്കാം, ഓട്ടോക്ലേവിംഗ്. The process use steam at a high temperature. High temperature, ഉയർന്ന നീരാവിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അല്ലെ. It has been suggested for microbiology and biotechnology waste. ഇനി ഏതിനൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ഓട്ടോക്ലേവിംഗ് സിസ്റ്റം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് ഇനി പറയുന്നത്. മൈക്രോബയോളജി and biotechnology waste, sharp waste, then dirty and solid waste. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത്. ഷാർപ്പ് വേസ്റ്റുകൾക്കും അതുപോലെ തന്നെ മൈക്രോബയോളജി വേസ്റ്റുകൾക്കും ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റ്
കട്ടിയുള്ള തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് ഉപയോഗിക്കുന്നത്. ദിസ് ടെക്നോളജി ഓഫേഴ്സ് certain categories of waste that is not determinable so that the treated residues can be landfilled. അപ്പോ ഇവിടെ പറയുന്നത് നമുക്ക് ഈ സംസ്കരിച്ച അവശിഷ്ടങ്ങൾ, റിസൈഡ്സ് എന്ന് വെച്ചാൽ സംസ്കരിച്ചിട്ടുള്ള അവശിഷ്ടങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനാകുന്നത്, ലാൻഡ് ഫില്ല് ചെയ്യാവുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഈ മണ്ണിൽ ലെയറായിട്ട് കുഴിച്ചിടുന്ന ഒരു ഇതില്ലേ, ലാൻഡ് ഫില്ല് ചെയ്യുന്നത്. ഇതിനെ സംസ്കരിച്ചതിന് ശേഷം പിന്നെ അത് ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പോണില്ല. അപ്പൊ അതിന് നമുക്ക് ലാൻഡ് ഫില്ല് ചെയ്യാം. ഇതുപോലെ ആളുകളുടെ പ്രദേശത്തേക്കോ അപ്പോൾ എന്തെങ്കിലും മണ്ണിലേക്ക് നമുക്ക് അതിനെ നിക്ഷേപിക്കാം എന്നാണ് പറയുന്നത്. അതാണ് ഓട്ടോക്ലേവിംഗ്. ക്ലിയർ ആയ ഓട്ടോക്ലേവിംഗ് ഹൈ ടെമ്പറേച്ചർ സ്റ്റീമിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മൈക്രോബയോളജിക്കും ഷാർപ്പ് വേസ്റ്റിനും ഡേർട്ടിക്കും സോളിഡ് വേസ്റ്റിനൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. സംസ്കരിച്ചിട്ടുള്ള വേസ്റ്റുകൾ നമുക്ക് ലാൻഡ് ഫില്ല് ചെയ്ത് കളയാനും സാധിക്കും. ഓക്കെ, ഓട്ടോക്ലേവിംഗ് ക്ലിയർ ആയോ? ചെറുതായിട്ട് നമുക്ക് എഴുതാം, കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. തേർഡ് വൺ, മൈക്രോവേവ് ഇറിഡേഷൻ. മൈക്രോവേവ് ഇറിഡേഷൻ എന്താണ് മൈക്രോവേവ് ഇറിഡേഷൻ എന്ന് നോക്കാം. The microwave is based on the principle of generation high frequency wave. ഉയർന്ന തരത്തിലുള്ള ഫ്രീക്വൻസി വേവുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വികിരണം എന്നൊക്കെ പറയാം അല്ലെ. മൈക്രോവേവ് വികിരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണത്. These waves cause the particles within the waste material to tremble, generate heat. The heat produced from within destroy all pathogens. അതായത് ഉയർന്ന ഫ്രീക്വൻസി തരംഗം സൃഷ്ടിക്കുന്ന അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോസസ് ആണിത്. അപ്പോ ഈ പാഴ്വസ്തുക്കളോ അല്ലെങ്കിൽ എന്താ പറയാ പാർട്ടിക്കിൾസ് വിത്തിൻ ദ വേസ്റ്റ് മെറ്റീരിയൽ ടു ട്രെംബിൾ മീൻസ് പാഴ്വസ്തുക്കളോ അല്ലെങ്കിൽ ചെറിയ കണികകളോ ചൂടാക്കുകയും ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ചൂട് എല്ലാ പാത്തോജൻസിനും നശിപ്പിക്കുന്നതാണ് പറയുന്നത്. ഡിസ്ട്രോയ് ഓൾ പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആ ഒരു മൈക്രോവേവിലൂടെ നിർമ്മിക്കുന്ന ഒരു ചൂട് മൂലം എന്ത് പറ്റും, ഈ ഡിസ്ട്രോയ്സിന്റെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മൈക്രോവേവ് ഇറിഡേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Then chemical methods. 1% for chemical disinfection. 1% hypochlorite solution can be used. ഇത് പറയുന്നത് രാസ അണുനശീകരണം, അതായത് കെമിക്കൽ ഇൻഫെക്ഷൻ, കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് അതായത് രാസപരമായിട്ട് അണുനശീകരണം ചെയ്യുന്നതിന് 1% ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കെമിക്കൽ മെത്തേഡ്സിൽ ചെയ്യാം. അതായത് രാസ അണുനശീകരണം ചെയ്യാനായിട്ട് ഹൈപ്പോക്ലോറൈറ്റ് എന്നൊരു സൊല്യൂഷൻ 1% ഉപയോഗിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്തോളൂ. ആ ഒരു സൊല്യൂഷന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ഹൈപ്പോക്ലോറൈറ്റ്. അപ്പോ ഈ കെമിക്കൽ മെത്തേഡ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് ഹൈപ്പോക്ലോറൈറ്റ്. അത് മാത്രമല്ല അതിനകത്ത് നോക്കിയാൽ മതി. Fifth one, plasma pyrolysis. Plasma pyrolysis. Okay. Plasma pyrolysis is an ultra modern technology. നൂതനമായിട്ടുള്ള പുതിയൊരു ടെക്നോളജിയാണ് for safe removal of medical waste. മെഡിക്കൽ വേസ്റ്റ് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള ലേറ്റസ്റ്റ് അത്യാധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണ് പ്ലാസ്മ പൈറോളിസിസ്. It is an environment friendly technology. ഇതൊരു environmentally friendly ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. The plasma pyrolysis process is the thermal degradation of organic substances in absence of air, oxygen, utilizing plasma energy. അല്ലെ, അതായത് നമുക്കറിയാം പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് വായുവിന്റെ അഭാവത്തില് ഓർഗാനിക് പദാർത്ഥങ്ങളുടെ താപനശീകരണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാസ്മ പൈറോളിസിസ്. ഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളുടെ എന്താ പറയാ നശീകരണമാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. എന്താ പ്ലാസ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ ഫോം എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം ഒരു വസ്തുവിന്റെ 4ാമത്തെ ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആണോ? സയൻസ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടോ ഇക്കൂട്ടത്തില്? സയൻസ് ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികളുണ്ടോ ആരെങ്കിലും?
നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അങ്ങനത്തെ ഒരു നാലാമത്തെ ഒരു ഫോമാണ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ. അതായത് എന്താണ് അയോണീകൃതമായിട്ടുള്ള അയോണൈസേഷൻ ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് സ്റ്റേറ്റ് ആണ് അല്ലെ? സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ കാരണം നമുക്കറിയാവുന്ന പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേറ്റിനെയാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. മീൻസ് അയൺ ടൈപ്പ് ആണത്. അയോണികമായിട്ടുള്ള ഒരു വാതകത്തിനെയാണ് എന്ത് വിളിക്കുക? പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പ്ലാസ്മ ഉപയോഗിച്ചിട്ട് ഓക്സിജന്റെ അഭാവത്തില് എന്ത് ചെയ്യും? പദാർത്ഥങ്ങളുടെ താപനശീകരണം ചെയ്യുന്നതിനെയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതൊരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ആണ്. ഇത്രയും ആണ് ഇതിനകത്ത് പറയുന്നത്. സിക്സ്ത് വൺ, ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ നിക്ഷേപിക്കുക, ഡിസ്പോസൽ ചെയ്യുക. As the name indicates, land disposal include two methods, which are open dumping and sanitary landfill. അപ്പോ ലാൻഡ് ഡിസ്പോസലിന്റെ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഓപ്പൺ ഡംപിംഗ്, സാനിറ്ററി ലാൻഡ്ഫിൽ. ഇനി എന്താണ് ഓപ്പൺ ഡംപിംഗ് എന്ന് നോക്കാം. ഓപ്പൺ ഡംപിംഗ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ് because the waste would get discarded in any open space that may lead to pollution problem. അല്ലെ? അപ്പൊ ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നത് പോലെ തന്നെ ഓപ്പൺ ആയിട്ട് നമ്മൾ കാണുന്നിടത്തേക്ക് എന്ത് ചെയ്യാം? വേസ്റ്റ് വലിച്ചെറിയുന്നൊരു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പൺ ഡംപിംഗ്. നമ്മൾ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങള്? നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് അപ്പുറത്തൊരു പറമ്പ് ഒഴിഞ്ഞിടയ്ക്കാണ് നമുക്ക് അങ്ങനെ വലിച്ചെറിയാറുണ്ടോ? ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ? ഇല്ല. ഓക്കെ, നല്ല കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് പൊല്യൂഷനും മറ്റ് ഇൻഫെക്ഷൻസിനും കാരണമായിരിക്കാം. സോ ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യാം? ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെയാണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. അത് പൊല്യൂഷൻ ലീഡ് ചെയ്യാൻ സാധിക്കും, പൊല്യൂഷൻ പ്രോബ്ലംസ് വരുത്തുന്നു. സെക്കൻഡ് വൺ, സാനിറ്ററി ഡംപിംഗ്. എന്താണ് സാനിറ്ററി ലാൻഡ്ഫിൽ നോക്കാം. ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽസ് the secured area selected away from the population. The dumping is performed in the richest layer wise and kept to so waste is not exposed to the atmosphere. Sanitary landfill എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ജനങ്ങളൊന്നും പാർക്കാത്ത ഒരു ഏരിയ, മീൻസ് ആളൊഴിഞ്ഞ ഒരു പ്രദേശം ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ സാനിറ്ററി ലാൻഡ്ഫിൽ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, അതുപോലെ തന്നെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ വേസ്റ്റിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പൊ അത് എന്താണ്? അറ്റ്മോസ്ഫിയറിന് വേറെ ദോഷമൊന്നും വരുത്താത്ത രീതിയിലാണ് നമ്മൾ കുഴി കുഴിച്ചിട്ട് ഓരോ ചാലുകളായിട്ടാണ്, ലെയറുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ വേസ്റ്റിനെ ഡിസ്പോസൽ ചെയ്യുന്നത്. അതാണ് സാനിറ്ററി ലാൻഡ്ഫിൽ. ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യുക? കാണുന്നിടത്തേക്ക് വേസ്റ്റ് വലിച്ചെറിയുക. ലാസ്റ്റ് വൺ, ഇനർട്ടിസേഷൻ. ഇനർട്ടിസേഷൻ എന്ത്? ഇനർട്ടിസേഷൻ മലയാളത്തിൽ പറയണെങ്കിൽ നിഷ്ക്രിയത്വം എന്ന് പറയും. ഇല്ലാണ്ടാക്കൽ എന്നൊക്കെ പറയില്ലേ? ഇല്ലാതാക്കുക, നിഷ്ക്രിയത്വം. എന്താണ് നിഷ്ക്രിയത്വം എന്ന് നോക്കാം. In inertization, to bring down the toxicity of the waste and minimize likely risk, it is mixed with cement or another inert material. അല്ലെ? അതായത് നമുക്കറിയാം, ഇപ്പോ മാലിന്യത്തിന്റെ വിഷാംശങ്ങളുള്ള മാലിന്യങ്ങളൊക്കെ കളയുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇനർട്ടിസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ വിഷാംശം, ഈ മാലിന്യങ്ങളുടെ, അതായത് ടോക്സിറ്റി ഓഫ് ദ വേസ്റ്റിൽ വരുന്ന വിഷാംശങ്ങളെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് സിമന്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇനോട്ട് മെറ്റീരിയൽ, അതായത് ഇപ്പോ നമ്മള് സിമന്റ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ, അങ്ങനെ കുറെ ടെക്സിറ്റി ഉണ്ടല്ലോ മിക്സ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം? മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിഷ്ക്രിയത്വം ചെയ്യുന്നത്. Around 30 to 40% of the cement is blended with the waste. ഒരു 30 to 40% ഈ വേസ്റ്റിനൊപ്പം ഇതിന്റെയും സിമന്റ് മിക്സ് ചെയ്യുന്നു. This method is useful for treating pharmaceuticals and incineration ashes having high metal content. ഉയർന്ന തരത്തിലുള്ള ലോഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദഹിപ്പിക്കുന്നതിന്, കത്തിക്കാനും, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസും മെഡിസിൻസും ഫാർമസിയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ അതിനൊക്കെ നമുക്ക് ഡിസ്പോസൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇൻസ് ടോക്സിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷാംശം കലർന്നതായിട്ടുള്ള
വേസ്റ്റുകള് നമ്മൾ ഡിസ്പോസൽ ചെയ്യാനാണ്. സിമെന്റ് അതിലൊരു 30-40% സിമെന്റ് മിക്സ് ചെയ്യുന്നു. ഓക്കെ, പ്രധാനമായിട്ടും 7 ടൈപ്പാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു വരുന്ന ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? എല്ലാവരും എന്ത് പറ്റി? ഉറങ്ങിയാണോ എല്ലാവരും? ഉറക്കത്തിലാണോ? നല്ലൊരു ഉറക്കണ സമയമാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ടീച്ചർ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് പറയുമ്പോ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടാകും. ആണോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഭയങ്കര സ്ലോ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറക്കം വരും. കുറച്ച് സ്പീഡ് കൂടിയോ? കുറച്ച് ഉറക്കം വരുന്നുണ്ടല്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞോ. ഫാത്തിമക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. കുഴപ്പമില്ല ഫാത്തിമ, കുറച്ച് നേരം കൂടി സഹിക്കൂ. ഇന്ന് ചാപ്റ്റർ ഒരു ക്ലാസ് കൂടെ കൂടി തീരും കേട്ടോ. ചാപ്റ്റർ ബോറായതുകൊണ്ടാണോ, ക്ലാസ് ബോറായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അല്ലാതെ വരുന്ന ഉറക്കം വരികയാണോ ചെയ്യുന്നത്? എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ക്ലാസ് കേട്ടേ പറ്റും അല്ലേ? കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഉറക്കം വരികയും പറയുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലേ? അപ്പോ ക്ലാസ്സിന്റെ അല്ല. അപ്പോ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ചാപ്റ്ററിന്റെ ആണോ? ചാപ്റ്റർ ഇത്തിരി ബോറൊക്കെയാണ്. ഓക്കെ, എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചാപ്റ്റർ ഇത്തിരി വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, ബോറാണ്. പിന്നെ എല്ലാ ചാപ്റ്ററും ഒരേപോലെ ഇരിക്കില്ലല്ലോ അല്ലെ? ചില ചാപ്റ്റർ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേൾക്കാനും. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. വേസ്റ്റിനെ കുറിച്ച് കേൾക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും കാണില്ല അല്ലെ? വേസ്റ്റ് കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കും അല്ലെ? വേസ്റ്റിനെ കേട്ടിട്ട് എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ നിന്നാണോ വിചാരിച്ചത്? അതല്ലേ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, കുഴപ്പമില്ല. ഉറക്കത്തിന്റെ സമയമല്ലേ, ഉറക്കമൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. 7 ഡിസ്പോസൽ മെത്തേഡ് വായിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് ഇടുക. ഒരു ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. 7 ഡിസ്പോസൽ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണാപ്പാഠം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സംഭവം എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കാം. മൈക്രോവേവ് റേഡിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉയർന്ന തരത്തിലുള്ള ഫ്രീക്വൻസി തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ മൈക്രോവേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മൈക്രോവേവ് വികിരണങ്ങൾ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് നമുക്കറിയാം, പാഴ്വസ്തുക്കളോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ കണികകൾ, പാഴ്വസ്തുക്കളോ അല്ലെങ്കിൽ കണികകളോ ചൂടാക്കിയിട്ട് അതിൽ ഉത്പാദിപ്പിക്കുന്ന ചൂട്, ആ ഒരു ഉത്പാദിപ്പിക്കുന്ന ചൂടില്ലേ, ആ ഒരു ചൂട് വഴി രോഗകാരികളെ ഈ ഡിസ്ട്രോയിഡ് പാത്തോജൻസിനെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഉയർന്ന തരത്തിലുള്ള വികിരണങ്ങൾ വഴി. ഇപ്പൊ നമ്മൾ അൾട്രാ മീൻസ് ഇപ്പൊ അങ്ങനെയുള്ളൊരു എന്താ പറയാ, ഇൻഫ്രാറെഡ് അങ്ങനെയുള്ള കിരണങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയുള്ള ഒരു മൈക്രോവേവ് വികിരണങ്ങളാണത്. ആ വികിരണങ്ങൾ വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മൈക്രോവേവ് റേഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഞ്ചാമത്തത് പ്ലാസ്മ പൈറോളിസിസ്. പേര് കേൾക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല അല്ലെ? പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറഞ്ഞാല്, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിന്റെ ഫിഫ്ത്ത് സ്റ്റേറ്റിലാണ് പറയുന്നത്. അതായത് നമ്മൾ മലയാളത്തിൽ പഠിക്കും ഖരം, ദ്രാവകം, വാതകം അല്ലെ? അങ്ങനെ ആ ഒരു ഫോമില്ലേ, അതിന്റെ 4ാമത്തെ ആ ഒരു ഫോമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അതായത് അയൺ ഫോമാണത്, അയണീകരിക്കുന്ന ഒരു ഫോമാണത് പ്ലാസ്മ എന്ന് പറയുന്നത്. അതായത് ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. അതായത് പ്ലാസ്മ ഊർജം ഉപയോഗിച്ച്, മീൻസ് അയണികമായിട്ടുള്ള ഒരു ഊർജം ഉപയോഗിച്ചുകൊണ്ട്
വായുവിന്റെ അഭാവത്തിൽ, വായുവിന്റെ സാന്നിധ്യമാണ് വേണ്ടെന്നാണ് പറയുന്നത്. വായുവിന്റെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നു? പദാർത്ഥങ്ങളുടെ താപന സ്വീകരണം. മീൻസ് പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഇൻഫെക്ഷൻസും മറ്റിലേക്ക് നശിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരു ഫോമാണ്. അതൊരു എന്താ പറയാ, അയണീകൃതമായിട്ടുള്ള ഒരു വാതകത്തിനെയാണ് പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. അയൺ കേട്ടോ, അയൺ ഫോമാണ് അത്. ലാൻഡ് ഡിസ്പോസൽ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഓപ്പൺ ഡംപിങ്ങും അതുപോലെ തന്നെ സാനിറ്ററി ലാൻഡ് ഫില്ല്. ഓപ്പൺ ഡംപിംഗ് എന്ന് വെച്ചാൽ വലിച്ചെറിഞ്ഞിടുക, സാൻഫില്ല് കുഴിച്ചിട്ട് ഓരോ ലെയറുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മെറ്റീരിയൽസ് ഇടുന്നത് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ് നിങ്ങൾക്ക് എടുത്തെന്നാണ് നിങ്ങൾ പറഞ്ഞത്. സ്പില്ലേജ് വേസ്റ്റ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. എത്ര ഗ്ലാസ് കിട്ടി? ഒരു ഗ്ലാസ് ആണോ കിട്ടിയത്? കുറച്ച് ഗ്ലാസ്. ഓക്കെ, ഞാൻ ചോദിക്കാം കേട്ടോ, ലാസ്റ്റ് ചോദിക്കാം. വായിച്ചില്ലാമല്ലോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു ബെനിഫിറ്റ്സ് കൂടി ഉണ്ട്. 7th പറയണോ? ഇൻസെർട്ടിസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നിഷ്ക്രിയത്വം അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് വിഷാംശം കലർന്ന ഈ വേസ്റ്റുകൾ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻസിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് വിഷാംശം കലർന്ന വേസ്റ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 30% 40% സിമെന്റ് മിക്സ് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കും. മീൻസ് അതിന്റെ വിഷാംശം കുറയും സിമെന്റ് മിക്സ് ചെയ്യുമ്പോൾ. അപ്പോ അതിനെയാണ് ഈ ഇൻസിറ്റേഷൻ വിളിക്കുന്നത്. അത് കൂടുതലായിട്ടും ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, ഫാർമസി എന്നുള്ള വേസ്റ്റുകളൊക്കെ ഇല്ല, മെഡിസിൻസും മറ്റൊക്കെ ഇരിക്കും, ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ. അതിന്റെ വിഷാംശം കുറയ്ക്കാൻ വേണ്ടി അതിനൊപ്പം എന്ത് ചെയ്യും? സിമെന്റ് ആയിട്ടത് മിക്സ് ചെയ്യുന്നതാണ് പറയുന്നത്. Then incineration ashes having high metal content. അതുപോലെ തന്നെ ഉയർന്ന ലോഹങ്ങളെയൊക്കെ കത്തിക്കാനും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. സിമെന്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ വിഷാംശം ഇല്ലാതാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫൈനൽ ഡിസ്പോസൽ. അപ്പൊ നമ്മൾ പറഞ്ഞു, ശേഖരിച്ചു, കണ്ടെയ്നേഴ്സിലൊക്കെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് ഓരോ മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? കെമിക്കൽ ആ സ്പില്ലേജിൽ ഞാൻ ചോദിക്കാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാറ്. Then next one, final disposal. This is the last stage. This is the last stage of biomedical waste disposal. അല്ലെ? ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഫൈനൽ ഡിസ്പോസൽ ചെയ്യാൻ പോലെയാണ്. ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി നമ്മൾ പറഞ്ഞു, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഓരോ ഡിഫറെന്റ് കളറായിട്ടും അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതിന് ഡിഫറെന്റ് കളറായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ നമ്മൾ സൂക്ഷിക്കും അല്ലെ? അപ്പോ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇതിന് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? ഇങ്ങനെ വേസ്റ്റുകൾ തരംതിരിച്ച് ഇൻഫെക്ഷൻ ആവാതെ മറ്റൊക്കെ നോക്കുന്നത് മൂലം എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബെനിഫിറ്റ്സ് ഉണ്ടോ? അങ്ങനെ നമ്മള് വേസ്റ്റുകള് തരംതിരിക്കുന്നത് ഉണ്ട്. ഓക്കെ, എന്താണ് നമുക്ക് ബെനിഫിറ്റ്സ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ? എന്തൊക്കെയാണ് വേസ്റ്റ്? നോക്കാം. ഫസ്റ്റ് വൺ, പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ്. ഓക്കെ, പൊല്യൂഷൻ നമുക്ക് ഇല്ലാതാക്കാം, കുറയ്ക്കാം. ഒരു പരിധി വരെ എന്ത് ചെയ്യാം? പൊല്യൂഷനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. വേറെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും പൊല്യൂഷൻ ആണല്ലേ കിട്ടിയേക്കുന്നത്. ഓക്കെ, പകർച്ചവ്യാധികള്, അസുഖങ്ങളെയൊക്കെ നമുക്കൊരു പരിധിവരെ തടയാം. ക്ലീൻ സറൗണ്ടിങ്, ഹെൽത്ത് ഇഷ്യൂകൾ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഹെൽത്തി എൻവയോൺമെന്റ്, ഡിസീസസ്, ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാം. നോക്കാം.
ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സിന് നമുക്ക് ആരോഗ്യമുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കാം. Then reduction in the incidence of hospital acute and general infections അല്ലെ, ഹോസ്പിറ്റലിലെ അണുബാധ എന്താണ്, ആശുപത്രിയിലെ രോഗബാധയും അണുബാധയും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ പറഞ്ഞിരുന്നു ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ, അണുബാധ നിയന്ത്രണ വിലയിൽ കുറവ് വരുത്താൻ സാധിക്കും. അതായത് നമ്മൾ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പ്രോസസ് ഒക്കെ ചെയ്യില്ലേ, അതിനൊക്കെ ഒരു എന്താ പറയാ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പഠിക്കാൻ പോകുന്നുണ്ട് അതിനെപ്പറ്റി കേട്ടോ, ഇമേജ് എന്നൊരു പദ്ധതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൈസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. വേസ്റ്റ് അധികം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ പ്രോസസ് ചെയ്യുന്നതിന് പൈസ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. വേസ്റ്റ് കുറയ്ക്കുന്നത് വഴി അതിന്റെ പ്രൈസും നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ്, reduction in the probability of diseases and death due to reuse and repackaging infectious disposable അല്ലെ, പുനരുപയോഗം മൂലം നമുക്ക് ചില വസ്തുക്കൾ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റീയൂസ് ചെയ്യുന്നത് വഴി പുനരുപയോഗം മൂലം രോഗത്തിനും മരണത്തിനും സാധ്യത കുറയുന്നു. ഇൻഫെക്ഷൻസ് ഒക്കെ മൂലം രോഗങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ മരണങ്ങളൊക്കെ സംഭവിക്കും. അപ്പോ റീയൂസ് അല്ലെങ്കിൽ റീയൂസ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം. മീൻസ് കളഞ്ഞ് വൺ ടൈം യൂസ് ചെയ്ത് കളഞ്ഞ് അതിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള റീയൂസബിൾ ആയിട്ടുള്ള തരത്തിലുള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുക. അപ്പൊ അത് രോഗങ്ങൾക്ക് മരണം കുറയ്ക്കാനും സാധിക്കുന്നു. ലോ ഇൻസിഡൻസ് ഓഫ് ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്, തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സാധിക്കും അല്ലെ. നമുക്ക് കുറവ് മീൻസ് ഇത് എടുക്കുന്ന വർക്കേഴ്സ് ഇല്ലേ, ബയോമെഡിക്കൽ വേസ്റ്റ് എടുക്കുന്ന വർക്കേഴ്സ് ഒക്കെ അവർക്കും ഇൻഫെക്ഷൻസ് ഒക്കെ കുറയുന്നത്. ഡിഫറെന്റ് തരത്തിൽ വേർതിരിച്ചൊക്കെ വെക്കുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻസിൽ നിന്നും അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വൺ, improved image of the healthcare institution and increase the quality of life. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് വർദ്ധിപ്പിക്കുവാനും അതുമൂലം നമുക്കറിയാം നമ്മുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഇങ്ങനെ വേസ്റ്റുകളൊക്കെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹെൽത്ത് കെയറിന്റെ ഒരു എന്താ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ബെനിഫിറ്റ്സിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനേ ഉള്ളൂ കേട്ടോ. വായിച്ച് നോക്കിക്കോളൂ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം ചോദിക്കാറില്ലെന്നും ബെനിഫിറ്റ്സ് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതൊന്നും എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ബെനിഫിറ്റ്സ് വായിച്ചു നോക്കാം. ഓക്കെ, വായിച്ചെല്ലാവരും. ഇത്രയും പേര് ഇന്നത്തെ ക്ലാസ്സില്. ഇനി ഒരു ക്ലാസ്സും കൂടി ഉള്ളു കേട്ടോ. ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഒരു ഇമേജിനെ പറ്റി പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോർഷൻസ് കുറച്ച് വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ.
ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നില്ലേ? അല്ലെങ്കിൽ ഇതൊരു ബോറായിട്ടുള്ള ചാപ്റ്റർ ആണെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ഓക്കെ, ഇത്രയും പോലെ ഇനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയാൽ പോരെ നമുക്ക്? നെക്സ്റ്റ് ക്ലാസ്സിൽ പോലെ എല്ലാരും ഉറക്കോളോ? ഉറങ്ങിപ്പോയ എല്ലാവരും ക്ലാസ് കേട്ട് എന്ത് പറ്റിയ റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? മതി. ഓക്കെ, ഇതുവരെ എടുത്തത് ക്ലിയർ ആണോ? ഇനി കുറച്ചു പേർക്ക് എന്താ മനസ്സിലായി എന്നൊക്കെ കമന്റ് കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ക്ലിയർ ആണോ? അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുണ്ട് ഞാൻ. ഇനി ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, മീൻസ് നമ്മൾ മറ്റേത് പറയുന്നത് പോലെയല്ല, കുറച്ച് എന്താ പറയാ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഹോസ്പിറ്റൽ ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലെന്നല്ലായിരിക്കും, അത് ഇടയ്ക്ക് ഇങ്ങനെ നെറ്റ് കട്ട് ആവുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ക്ലിയർ ആവുന്നിരുന്നു. എല്ലാവർക്കും അങ്ങനെ സ്റ്റക്ക് ആവുകയാണോ ക്ലാസ്സിൽ? ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തോ? സ്റ്റക്ക് ആയോ ക്ലാസ്? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സ്റ്റക്ക് ആവുമെന്ന്? ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിലാണ് ആള് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോന്ന്, അല്ലാതെ മാമിന്റെ ക്ലാസ് ക്ലിയർ അല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. സ്റ്റക്ക് ആവണുണ്ടല്ലേ? അത് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എനിക്കറിയാം ചാപ്റ്റർ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ, ബുദ്ധിമുട്ടതല്ല, നമുക്കത് വേറെ ഒന്നല്ല, നമുക്ക് വലിയ എന്താ പറയാ ഇഷ്ടപ്പെടുന്നില്ല പഠിക്കാനായിട്ട്, അങ്ങനെയാണോ? കുറച്ച് ബുദ്ധിമുട്ടില്ല, പക്ഷെ വായിച്ച് മനസ്സിലാക്കാവല്ലോ കേട്ടോ. സ്റ്റക്ക് ആവലുണ്ടല്ലേ? റേഞ്ചിന്റെ പ്രശ്നം കുറച്ചുണ്ട്, നമുക്കത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒട്ടും കേൾക്കണില്ലെങ്കിൽ ഒന്ന് പറയണോ കേട്ടോ ക്ലാസ്. അങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഓർത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊക്കെ എനിക്കും അപ്പൊ ഒരു കൺഫ്യൂഷനായി. സ്പീഡ് കൂടുന്നുണ്ടോ പറയുന്നത്? ഇല്ല, ചാപ്റ്റർ ഒക്കെ ഏത് ചാപ്റ്റർ നമ്മൾ പഠിക്കണല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഈ ബയോ എന്താ പറയാ ഈ വേസ്റ്റ് ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് പഠിച്ചതുകൊണ്ട് ഒത്തിരി കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താന്ന്. മറ്റേതൊന്നും അറിയില്ലായിരുന്നു. നമ്മളിത് പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് നമ്മൾക്കറിയാം, നിങ്ങൾക്ക് എക്സാമിന് ജയിക്കണം, അത് ഓക്കെ, അതെന്തായാലും വേണം നമുക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതല്ലേ, പഠിച്ചത് കാണുമ്പോൾ പെട്ടെന്ന് ഓക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അത് നമുക്കൊരു സന്തോഷമല്ലേ, നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ? പഠിച്ചിട്ടില്ലെങ്കിലും ഇത് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാസ്സിൽ എവിടെയോ കേട്ടിട്ടുണ്ടെന്നെങ്കിലും നമുക്ക് തോന്നാറുണ്ട് ഇല്ലേ? ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഏത് മുക്കിലും മൂലയിലുള്ള ബോർഡൊക്കെ ശ്രദ്ധിക്കും, എന്താണ് നമ്മൾ പഠിച്ചതാണോ അല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലെ? നമ്മൾ എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരു ഇത് പഠിച്ചതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് എടുത്തത് എന്തെങ്കിലും നമ്മൾ നോക്കാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ? നമുക്കത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലെ? പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ആ ഹോസ്പിറ്റലിനെ കൂടുതൽ അടുത്തറിയണം ഓരോ സെക്ഷനെ കുറിച്ച് അല്ലെ? എല്ലാ സെക്ഷനും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ പഠിച്ച സെക്ഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? വേസ്റ്റ് ഇടുന്ന കണ്ടെയ്നർ ഒക്കെ കണ്ടു, ഓക്കെ കണ്ടു അല്ലെ? ഓക്കെ കണ്ടായിരുന്നോ? വേസ്റ്റ് ഇടുന്നതൊക്കെ സെപ്പറേറ്റ് കളർ കോഡുള്ള കണ്ടെയ്നർ ഒക്കെ കണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, ഇനി നമ്മൾ പഠിക്കുന്ന ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല, നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും എന്താ പറയാ എക്സാം എഴുതി ജയിക്കാനും നമുക്ക് ജോലി വേണം, എക്സാം ഒക്കെ എഴുതണം ജയിക്കണം. പക്ഷെ നമ്മൾ അതൊന്ന് മീൻസ് അതൊന്ന് പ്രാവർത്തികമാക്കണം. മീൻസ് ഒന്ന് കാണുക, അല്ലെങ്കിൽ ഇതിനുള്ള ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊക്കെ ഒന്ന് നോക്കാട്ടാ. ഓരോന്നിനും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കണ്ടപ്പോ ഒരു സന്തോഷം തോന്നിയോ? ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് മിസ്സേ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേഗം നമുക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം, മറ്റാരോടും ചോദിക്കാണ്ട്. ചോദിക്കണ്ട അല്ലെ? നമ്മൾ കുറെ പഠിച്ചു, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ടോട്ടലി പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചത്രയും നമുക്ക് ഓക്കെയാണ് അല്ലെ? ഇനിയിപ്പോ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, എക്സാമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ടോട്ടലി പഠിച്ചു. നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടവരാണ് എല്ലാവരും തന്നെ അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്.
ആണോ? അല്ലെ, ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നല്ലൊരു ജോലിയിലൊക്കെ കയറണം, അല്ലെ? എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാർക്കൊക്കെ കിട്ടും. എന്തായാലും എല്ലാവരും നല്ല ജോലിയിലൊക്കെ കയറും കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, പഠിക്കണം അതനുസരിച്ച്, അല്ലെ? പഠിച്ചാൽ മാത്രം പോരാ, ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ടൊക്കെ അറ്റൻഡ് ഒക്കെ ചെയ്യാം. നമുക്ക് തന്നെ സ്വയം ഒരു കോൺഫിഡൻസ് വേണം എല്ലാ കാര്യങ്ങൾക്കും. അതിന് എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഇത് എപ്പോഴും നമ്മുടെ മൈൻഡില്. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ഇതായിട്ട് കാണരുത് ഒന്നിനെയും. നമുക്ക് പാടായിരിക്കും ചിലപ്പോ നമ്മൾ ഓർക്ക് നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സാം എങ്ങനെയായിരിക്കും എന്നൊക്കെ പേടി ഉണ്ടാവും. പക്ഷെ ഒന്നും വേണ്ട, എന്ത് വേണം, നല്ല രീതിയിൽ എനിക്കെല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ തന്നെ സ്വയം, മറ്റാരും നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ലല്ലോ, നമ്മൾ തന്നെ നമുക്ക് സ്വയം ഒരു ഇതായിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നമ്മൾ ഇനി അടുത്ത ക്ലാസ് എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണോ ഇനി ക്ലാസ് വരുന്നത്? നമുക്ക് ഫ്രൈഡേ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഫ്രൈഡേ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്ന് ഇമേജ് എന്നൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ്, കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരിക. ഇമേജ്, അതായത് ഒരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി, അതായത് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതായത് ഇപ്പൊ ഹരിത കർമ്മസേന പദ്ധതിയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരും കേട്ടോ അടുത്ത ക്ലാസ്സിൽ, അതായത് ഫ്രൈഡേ. നോക്കില്ലേ എല്ലാവരും? ഓക്കെ, ഇമേജ് എന്ന് സെർച്ച് ചെയ്താൽ മതി, ഇമേജ് കേട്ടോ, അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എക്കോ ഫ്രണ്ട്ലി. ഓക്കെ, മറന്നു പോകരുത്, നോട്ട് തരാം കേട്ടോ, നോട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. ഇമേജ് ഒന്ന് സെർച്ച് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. ഇമേജിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരണേ. ഓക്കെ.